ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ഇന്ന് ഈദാണ്. അപ്പം അൻഷുക രാവിലെ പള്ളിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇക്ക വന്നതിന് ശേഷം കാപ്പി കുടിക്കണം. കാപ്പി കുടിച്ചതിന് ശേഷം പുറത്ത് പോകണം. ഇക്കാക്ക് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ദൂരോട്ടൊന്നും പോകാൻ പറ്റൂല, അടുത്തെല്ലാം എവിടെയെല്ലാം പോയിട്ട് വരണം. അപ്പം നമുക്ക് റെഡി കാണാം. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്പിൾ മേക്കപ്പ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓർണമെൻറ്റ്സ് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരുന്ന ടൈമിൽ ഉമ്മയൊക്കെ വിളിച്ചു, ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു.
ഇക്കാൻ്റെ ഉമ്മാനെയും വിളിച്ചു, എൻ്റെ ഉമ്മാനെയും വിളിച്ചു. എന്നിട്ട് ഈ കുബർക്കൊക്കെ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു. ഇതല്ലേ റീചാർജ് ചെയ്യണോ ഇപ്പം? ഞാൻ റീചാർജ് ചെയ്യണമെന്ന് ചോദിച്ചത്. അത് കുഴപ്പമില്ല. അപ്പം നമ്മൾ ദുബൈയിലേക്ക് കൂടെ നടക്കുകയാണ് ഗൈസ്. സമാധാനം, നല്ല കാറ്റ്. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തവരാരും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഇക്ക എനിക്കും എടുത്തു തന്നു. പിന്നെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് റൂമിൽ വരണമായിരുന്നു. ഇക്കൊക്കെ പെട്ടെന്ന് പോകണമായിരുന്നു. ഞങ്ങൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10-11 മണിയായപ്പോഴാണ് ഞങ്ങൾ ഫോട്ടോസിന് എടുക്കാനൊക്കെ പുറത്തിറങ്ങിയത്. ഫുഡൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അറിയാം. എൻ്റെ അനുഷുൻ്റെ ക്ലിക്ക് ഞങ്ങളവിടെ ഫോൺ ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് എടുത്ത ഒരു ക്ലിക്കാണത്. മനുഷ്യൻ ഫോട്ടോ എടുത്തിട്ട് വന്നോണ്ട് എങ്ങനെയൊന്ന് ഫുഡ് കഴിക്കുക, എനിക്കൊന്ന് ഉറങ്ങാം. ഇക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകാൻ ടൈം ആയിരുന്നു. അതിലെ ധൃതിയിലാണ് ഇക്ക പെട്ടെന്ന് എങ്ങനെയൊക്കെ ചോറ് വാരി കഴിച്ചിട്ട് ഇക്ക ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ലൈറ്റായി, ഇക്കൊക്കെ ജോലിക്ക് പോകാൻ ടൈമായി. അങ്ങനെ ഇക്ക പെട്ടെന്ന് പോയി. ഇനി ഞാൻ പോസ്റ്റാണ്, ഇനി കിടന്നുറങ്ങണം. എന്താ പെരുന്നാളത്ര നല്ലതല്ല, നമുക്ക് നല്ലതല്ല. എന്തോ ഒരുമാതിരി ഇക്ക ഡ്യൂട്ടി ഉണ്ട്. ഇക്ക ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞാൻ കിടന്നുറങ്ങാം. ഇനി ഇക്ക വന്നിട്ട് എണീക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.